ഇൻഫാക്ട് 15 വർഷമായിട്ട് കോൺഗ്രസ് ഇവിടെ പ്രതിപക്ഷത്താണ്. സ്വാഭാവികമായും ഒരു പ്രതിപക്ഷത്തെ പ്രിൻസിപ്പൽ പാർട്ടി എന്ന അർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ ധർമ്മം കോൺഗ്രസ് നിർവഹിക്കുക കൂടി ചെയ്യുകയാണ്. ഇതിനോടകം തന്നെ നിരവധി രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ചരിത്രം കുറിച്ചതാണ് ഈ പൊന്മുണ്ടം എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഗ്രാമം എന്ന് പറയുന്നത്. ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന UDF എന്നുള്ളത് കോൺഗ്രസും ലീഗുമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇത്തരത്തിൽ പൊന്മുണ്ടം പഞ്ചായത്ത്, അതായത് കോൺഗ്രസും ലീഗും വിഭിന്നമായിട്ടാണ് ഇവിടെ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഏകദേശം 5 വർഷക്കാലം തങ്ങളുടെ ഭരണം, ലീഗിന്റെ ഭരണം വലിയ ദുർഘട ഭരണമായിരുന്നു എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ പദയാത്രയുമായി കോൺഗ്രസ് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഗ്രാമങ്ങൾ തോറും അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ ഒരു ദുർഭരണം ഓരോന്ന് ആരോപിച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ആരോപിച്ചുമാണ് ഇവരുടെ ഈ ഒരു പദയാത്ര സംഘടിപ്പിക്കുന്നത്. ചേട്ടാ, എന്താ ഈ സംഭവം? നമ്മൾ ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ പാർട്ടി കൈക്കൊള്ളുന്ന സംഘടനാ ശാക്തീകരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു യാത്രയും. പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ടച്ച് ചെയ്തുകൊണ്ട് എല്ലാവരെയും, സാധാരണ ജനങ്ങളെയും ജനകീയ തരത്തിലുള്ള പങ്കാളിത്തത്തെയും ഒക്കെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗ്രാമീണ യാത്ര, നവപൊന്മുണ്ടം നിർമ്മിതി യാത്ര എന്ന പേരിൽ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏകാധിപതികളുടെ കയ്യിൽ നിന്നും ഒരു ജനതയെ മോചിപ്പിക്കുവാനുള്ള വിമോചന സമരനായകർ ഇതുവഴി കടന്നു വരുന്നു. നല്ല നാളെയുടെ സൂര്യോദയം കാത്തുനടക്കിയെന്ന് പറഞ്ഞ് അധികാരം പിടിച്ചടങ്ങി 15 വർഷം തുടർച്ചയായി ഒരു ജനതയെ അടക്കി ഭരിച്ച ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾ തല്ലിത്തകർത്ത ലീഗുകൾ ചെറുത്ത് നിൽക്കും ധീരന്മാരെ അടിച്ചമർത്താൻ നോക്കണ്ട. കളിക്കരുത്, യൂത്ത് ലീഗ് കുലക്കണ്ട. അധികാരത്തിൽ മട്ടുപ്പാവിൽ യൂത്ത് ലീഗ് കുലക്കണ്ട. യൂത്ത് ലീഗിന്റെ മാടികളെ പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത ചരിത്രമെല്ലാം നിങ്ങൾക്കാണ്. പിറന്ന നാടിനെ ഒറ്റുകൊടുത്ത ചരിത്രമെല്ലാം നിങ്ങൾക്കാണ്. അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന് ജനങ്ങളെ ദ്രോഹിക്കുന്ന എതിർഭൂതങ്ങളെ താഴെ ഇറക്കുവാൻ പ്രിയപ്പെട്ടവരെ നവപൊന്മുണ്ടം നിർമ്മാണ യാത്ര, നിർമ്മിതി യാത്ര ഇതുവഴി കടന്നു വരികയാണ്. സാധാരണ UDF എന്ന് പറയുന്ന ലീഗും കോൺഗ്രസും കൂടിയാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ലീഗിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള കാരണം? അല്ല, നമ്മൾ തികച്ചും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു 1.5 പതിറ്റാണ്ടായിട്ടുള്ള ഭരണം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ സംവാദത്തിന്റെ സാധ്യതയായിട്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പൊന്മുണ്ടത്തെ പൊളിറ്റിക്സ് അറിയുന്നവർക്ക് ഇതിൽ പുതുമയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ കാലങ്ങളായി ഈ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്.